ബഹുമാനികളെ, നമ്മൾ മയ്യിത്ത് നിസ്കാരത്തിൻ്റെ സുന്നത്തുകളാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശുറൂത്തുകളും അതിൻ്റെ അർക്കാനുകളും ഒക്കെ പറഞ്ഞു. ഇപ്പോൾ മയ്യിത്ത് നിസ്കാരത്തിൻ്റെ രൂപഭാവങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അത് കിരിക്കാൻ നേരത്തുള്ള തട്ടിക്കൂട്ടിയ ഒരു സ്പെഷ്യൽ ഇൽമ് പോരാ. വാപ്പ മരിച്ചാലും ഉമ്മ മരിച്ചാലും സഹോദരൻ മരിച്ചാലും സഹോദരി മരിച്ചാലും അയലോക്കക്കാരൻ മരിച്ചാലൊക്കെ നിസ്കരിക്കാനുള്ളതായ അറിവ് മഅ്മൂമാണെങ്കിലും ഇമാമാണെങ്കിലും ഒക്കെ വേണം. അപ്പോൾ അതിലിപ്പോൾ നമ്മൾ സുന്നത്ത് നീയത്തിലുള്ള സുന്നത്തുകളാണ് അപ്പോൾ സംസാരിച്ച് കഴിഞ്ഞത്. അപ്പോൾ നീയത്തിൽ ഇത്രമാത്രം സുന്നത്തുകൾ ഉണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലായി. ഫർളുകൾ 3 ബാക്കിയുള്ളതൊക്കെ സുന്നത്താണ്. പിന്നെ പറയുന്നത് വറഫ്ഉ യദൈഹി ഫി തക്ബീറാത്ത്, തക്ബീറുകളിലൊക്കെ കൈകൾ ഇങ്ങനെ ഉയർത്തണം. ഇങ്ങനെ 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 ചെറിയൊരു ഉയർത്തൽ പറയാം. ഇങ്ങനെ അങ്ങനെ അല്ലാഹു അക്ബർ. ഇവിടെ വീഡിയോ ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാ, വീഡിയോ ഒന്നും വേണ്ട. ഇങ്ങനെ ഇങ്ങനെ പുറമുള്ളവരിപ്പോൾ കാണൂലല്ലോ. ഇപ്പോൾ 2 കൈയിൻ്റെ മുൻകൈ ഇങ്ങനെ 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 പൊന്തിച്ച ഒക്കെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇങ്ങനെ ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. കുഴപ്പമൊന്നുമില്ല. സുന്നത്ത് നഷ്ടപ്പെടുത്തി, സുന്നത്തുകളുടെ ഇല്ലായ്മ കൊണ്ട് പ്രതിഫലങ്ങൾ കുറയും, നിസ്കാരത്തിൻ്റെ പൂർണ്ണത നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, 2 കൈകളും ഉയർത്തണം. ഫി തക്ബീറാത്തി, ഓരോ തക്ബീറുകളിലും ഹദവ മങ്കിബൈഹി, 2 ചുമലുകളുണ്ട്. ഈ 2 ചുമലുകൾക്ക് നേരെയാണ് കൈകൾ ഉയർത്തേണ്ടത്. അപ്പോൾ അല്ലാഹു അക്ബർ, 2 ചുമലുകൾക്ക് നേരെ 2 കൈകൾ ഇങ്ങനെ ഉയർന്നു വരണം. പിന്നെ പറയുന്നത് വളഉഹുമാ തഹ്ത സുദ്രിഹി, 2 കൈകളും വെക്കേണ്ടത് നെഞ്ചിൻ്റെ താഴെയാണ്. പൊക്കളിൻ്റെ മീതയും നെഞ്ചിൻ്റെ താഴെയും. ബൈന കുല്ലി തക്ബീറത്തൈനി, എല്ലാ തക്ബീറുകൾക്കും ഇടയിൽ അങ്ങനെയാണ് വെക്കേണ്ടത്. വത്തഅവ്വുദു ഖബ്ലൽ ഫാത്തിഹ, അടുത്ത സുന്നത്ത് ഫാത്തിഹക്ക് മുമ്പ് അഊദു ഓതൽ സുന്നത്താണ്. അത് സാധാരണ നമ്മൾ നിസ്കരിക്കുമ്പോൾ മയ്യിത്ത് നിസ്കാരം എന്നല്ല, മറ്റുള്ള നിസ്കാരാണെങ്കിലും അതിലൊക്കെ എന്ത് ചെയ്യണം? അഊദു ഓതണം. ഇത്രങ്ങാനും സുന്നത്താണ് നഷ്ടപ്പെടുത്തുന്നത്. ഇനി നമുക്ക് വലിയൊരു നിസ്കാരം വരാനുണ്ട് റമദാൻ മാസത്തിൽ. ഇതിൻ്റെ പേര് തറാവീഹ് എന്നാണ്. 20 റക്അത്തുള്ള നിസ്കാരമാണ്. ആ 20 റക്അത്തുള്ള നിസ്കാരത്തിൽ ഒരാളെ പിടിച്ച് ചോദിക്കുക, എത്ര കറാഹത്തും കൊണ്ടാ കുടിക്കോണെന്ന്. 20 റക്അത്ത് നിസ്കരിച്ചപ്പോൾ ഇയാൾ ഓരോ റക്അത്തിലും അഊദു ഓതൽ സുന്നത്തുണ്ട്. ഫാത്തിഹയ്ക്ക് മുമ്പ് അഊദു ഓതണം, സൂറത്തിന് മുമ്പ് അഊദു ഓതണം. അപ്പോൾ 20 റക്അത്ത് നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ എത്ര കറാഹത്തും കൊണ്ടാ കുടിക്ക് പോണത്. അത് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഒരുപാട് കറാഹത്തുകൾ ചുമന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരാണ് നമ്മളൊക്കെ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? അഊദു ഓതുക എന്നുള്ള സുന്നത്ത് എപ്പോഴും മയ്യിത്ത് നിസ്കാരത്തിലും വേണം. വത്തഅ്മീനു, അടുത്ത സുന്നത്ത് വത്തഅ്മീനു ബഅദഹ, ഫാത്തിഹ കഴിഞ്ഞാൽ ആമീൻ പറയൽ സുന്നത്താണ്. നാളെ പറയാനുള്ള സുന്നത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്പാൽപ്പം മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ കേട്ടോ. റാഹത്തോടുകൂടെ നമ്മൾ പള്ളിയുടെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുരോഗമനത്തിൻ്റെ വക്കിനെത്തിക്കൊണ്ടിരിക്കുക. സിമെൻറ്റിൻ്റെ തേപ്പുകളൊക്കെ ഇങ്ങനെ അൽഹംദുലില്ലാഹ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് സഹായിക്കാൻ ആർക്കെങ്കിലും നല്ല മനസ്സുണ്ടെങ്കിൽ കൊടുത്തുകൊണമെന്ന് പറഞ്ഞാൽ എടുക്കേണ്ട, കൊടുത്തവർക്കും കൊടുക്കാം. അൽഹംദുലില്ലാഹ് വളരെ സ്വകാര്യമായി പേരൊന്നും പറയാതെ ഇഷ്ടം പോലെ ആളുകൾ സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിനു വേണ്ടി സഅയ് ചെയ്യുന്ന, പരിശ്രമിക്കുന്ന, വോയിസ് വിടുന്ന, എഴുതി വിടുന്ന മുഴുവൻ ആളുകൾക്കും ഖൈറും ബർക്കത്തും അല്ലാഹു ചൊരിയുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അർഹമുർ റഹ്മാനായ അല്ലാഹ്, പ്രഭാത സമയത്തുള്ള ഞങ്ങളുടെ കൈകൾ ഉയർത്തിയത് നീ ഖായിബാക്കല്ല റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് വേണ്ടതൊക്കെ നീ അതാത് സമയത്ത് നീ നൽകുന്നു. അതിന് ശുക്ർ ചെയ്യാൻ ഞങ്ങൾക്ക് നീ മനസ്സ് നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളെ വീട്ടിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, ഭാര്യമാരുണ്ട്, അവർക്കൊക്കെ ശിഫ നൽകണേ അല്ലാഹ്.
ഞങ്ങളെയും അവരുടെയും മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഗർഭിണികളായ പെൺകുട്ടികളുണ്ട്, ഖൈറായ പ്രസവങ്ങൾ നൽകണേ അല്ലാ. വിവാഹം കഴിഞ്ഞവരുണ്ട്, നല്ല കുടുംബജീവിതം നൽകണേ അല്ലാ. വിവാഹം അന്വേഷിക്കുന്നവരുണ്ട്, ഖൈറായ ഇണകളെ നീ എത്തിക്കണേ അല്ലാ. കച്ചവടങ്ങളിലും കൃഷികളിലും ജോലിയിലൊക്കെ നീ ബറകാത്തുകൾ ചൊരിയണേ അല്ലാ. പടച്ചോനെ, വിശുദ്ധ റമളാനിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഞങ്ങൾക്കൊക്കെ ആ റമളാനിലേക്ക് എത്താനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലെങ്കിൽ റമളാനിനെ ഞങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാ. വിശുദ്ധമായ മാസങ്ങളിലുള്ള ബറക്കത്തുകളൊക്കെ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. വീടുകളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളെ സ്വന്തം ഉപ്പമാര്, സഹോദര സഹോദരിമാരെല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങളെ ഖബർസ്ഥാനിൽ അന്തി ഉറങ്ങുന്ന മുഴുവൻ മയ്യിത്തുകൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിൽ അവരെയും ഞങ്ങളെയും ചേർക്കണേ അല്ലാ. നമ്മുടെ പെങ്ങളെ ഭർത്താവ് അലിയാക്ക മരണപ്പെട്ടതിന്റെ ആണ്ടിന്റെ ദിവസമാണ് ഇന്നലെ. അള്ളാഹുവെ, ചെറിയ പരിപാടികളൊക്കെ വീട്ടിൽ സംഘടിപ്പിച്ചിരുന്നു. നീ അതൊക്കെ നീ കബൂലാക്കണേ അല്ലാ. അവർക്കൊക്കെ നീ ദറജ ഉയർത്തണേ അല്ലാ. ഈ സൊഫുകളിലൊക്കെ ഇരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായ ഈ മഅ്മൂമീങ്ങളായ ആളുകൾ ഇരുട്ടും തപ്പി വീട്ടിൽ നിന്ന് വന്നതാണ് റബ്ബേ. നാളെ സിറാത്ത് എന്ന പാലം ഇരുട്ടാണ്. അത് കിടക്കുന്ന നേരത്ത് ഇത് കാരണം നല്ല പ്രകാശം നീ കൊടുക്കണേ അല്ലാ. ഇന്നലെ സ്വലാത്തിലേക്ക് ചീർന്നു കൊടുത്തവർക്കും നേരത്തെ കൊടുത്തവർക്കും നീ ഖൈറുകൾ നൽകണേ അല്ലാ. കഴിഞ്ഞ മാസാന്ത ബദർ മൗലിദിന്റെ സദസ്സിലേക്ക് ഭക്ഷണം നൽകിയവർക്ക് നീ ഒരുപാട് സന്തോഷങ്ങൾ നൽകണേ അല്ലാ. അത് പാചകം ചെയ്ത് പേക്കാക്കിയവർക്ക് ഖൈറുകൾ നൽകണേ അല്ലാ. ഞങ്ങളെ പള്ളിയുടെ പണി എത്രയും പെട്ടെന്ന് അറിയാത്ത ഭാഗത്തിലൂടെ പൂർത്തിയാക്കി തരണേ അല്ലാ. ബിഹഖ് സയ്യിദിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير سيدنا محمد وآله بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد